Hi dear students, good morning. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് വീഡിയോ ഡിസ്പ്ലേ ഡിവൈസസിനെ കുറിച്ചിട്ടാണ്. അതിൽ കളർ CRT മോണിറ്ററാണ് പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഡിസ്പ്ലേസാണ്. ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ, പ്ലാസ്മ സ്ക്രീൻ ഡിസ്പ്ലേ. ഈ രണ്ട് ഡിസ്പ്ലേസാണ് ആ മോഡ്യൂളിന് പറയാനുള്ളത്. അപ്പോൾ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളതായിരിക്കും. കാരണം ലേറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ അത് വന്നിട്ട് കുറേ വർഷങ്ങളായി. കാരണം നമ്മളിപ്പോൾ എല്ലാം ഉപയോഗിക്കുന്ന മോണിറ്ററായാലും TV ആയാലും ഫ്ലാറ്റ് പാനലാണ്. അതായത് ഫ്ലാറ്റായിട്ട് വരുന്ന, അതായത് ബാക്കിൽ ബൾക്കായിട്ടുള്ളൊരു സൈസ് ഇല്ലാത്ത, അതായത് CRT എന്നുള്ളത് നമ്മൾ പഠിച്ചാണ്. CRT മോണിറ്റർ അല്ല വരുന്നത് എന്ന് നമുക്കറിയാം. കാരണം CRT മോണിറ്റർ ആണെങ്കിൽ ബാക്ക് സൈഡിൽ ആ ബൾക്ക് സൈസ് ഉണ്ടായിരിക്കും. കാരണം CRT കോണിക്കൽ ഫ്ലാസ്കിൻ്റെ ഒരു ഷേപ്പാണ് എന്നുള്ളത് നിങ്ങൾ ആ സ്ട്രക്ചറിൽ പഠിച്ചിട്ടുണ്ടാവും. ആ സ്ട്രക്ചറിൽ കണ്ടിട്ടുള്ള രൂപം കോണിക്കൽ ഫ്ലാസ്കിൻ്റെ സ്ട്രക്ചർ കണ്ടിട്ടുണ്ടാവും. ആ കോണിക്കൽ ഫ്ലാസ്കിൻ്റെ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ബാക്ക് സൈഡിൽ ഒരു ബൾക്ക് ഉണ്ടാവും. അത് ആ ഒരു CRTൻ്റെ പോക്കോട് കൂടി തന്നെ ഡിസ്പ്ലേക്കിൽ തന്നെ വളരെ വലിയൊരു ചേഞ്ചാണ് വന്നത്. ഫ്ലാറ്റായിട്ടാണ് ഇപ്പോൾ വരുന്ന എല്ലാം. അതിപ്പോൾ നമ്മുടെ കാൽക്കുലേറ്റർ ആയാലും ഗെയിംസിൻ്റെ ഡിവൈസുകളായാലും TV മോണിറ്റർ ആയാലും കമ്പ്യൂട്ടർ മോണിറ്റർ ആയാലും എല്ലാം തന്നെ അങ്ങനെയാണ് വരുന്നത്. അതിനെയാണ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അതിൻ്റെ ലേറ്റസ്റ്റാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ? The flat panel display refers to a class of video devices that have reduced volume, weight and power requirement compared to CRT. CRT സംബന്ധിച്ച് എന്താണ്? വെയിറ്റ് വളരെ കുറവായിരിക്കും, പവർ റിക്വയർമെൻറ്റ്സ് കുറവായിരിക്കും, വോളിയം റെഡ്യൂസ് ചെയ്യാൻ കഴിയും, പിന്നെ ഇലക്ട്രിസിറ്റിൻ്റെ ലോസൊക്കെ. അങ്ങനെ പഴയകാല സിസ്റ്റം ആയാലും പഴയകാല കമ്പ്യൂട്ടറുകളായാലും പഴയകാല TV ആയാലും എന്തായാലും തന്നെ ബാക്ക് സൈഡിലൊക്കെ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്ക് സൈഡിലൊക്കെ കൈവച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണ കാണാം. അത്രയും നല്ല പവർ ലോസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഈ LCD മോണിറ്റർ വന്നതോടുകൂടി അതെല്ലാം തന്നെ മാറിയിട്ടുണ്ട്. അതുപോലെ വെയിറ്റ് വളരെ കുറവാണ്. എല്ലാം തന്നെ കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് CRTൻ്റെ ഡിസഡ്വാൻറ്റേജുകൾ നികത്തലാണ് LCD മോണിറ്ററിൻ്റെ വരവോടുകൂടി സംഭവിച്ചത്. എക്സാമ്പിൾ സ്മോൾ TV മോണിറ്റർ, കാൽക്കുലേറ്റർ, പോക്കറ്റ് വീഡിയോ ഗെയിംസ്, ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് ബോർഡ് ഇൻ എലിവേറ്റർ. പല സ്ഥലങ്ങളിലും ഈ LCD മോണിറ്റർ ഉപയോഗിച്ച എക്സാമ്പിളുകളാണ് ഈ പറഞ്ഞത്. ഇനി ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേക്ക് രണ്ട് തരം ഡിവിഷൻ പറയുന്നത്. ഒന്ന് എമിസീവ് ഡിസ്പ്ലേ, ഒന്ന് നോൺ എമിസീവ് ഡിസ്പ്ലേ. രണ്ട് തരത്തിലാണ് ഫ്ലാറ്റ് പാനൽ വരുന്നത്. അതായത് ഒന്ന് LCDയും ഒന്ന് LED-യും. ഈ LCD എന്ന് പറയുന്നത് നോൺ എമിസീവ് ഡിസ്പ്ലേയും LED എന്ന് പറഞ്ഞ എക്സാമ്പിളാണ് LCD LED-യും എമിസീവ് ഡിസ്പ്ലേയും. ഫ്ലാറ്റ് പാനൽ തന്നെ വരുന്നതാണ് രണ്ട് തരം. ഒന്ന് എമിസീവാണ്, ഒന്ന് നോൺ എമിസീവാണ്. അപ്പോൾ എമിസീവിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് പ്ലാസ്മ പാനൽ ഡിസ്പ്ലേയും LED-യുമാണ്. അതേപോലെ നോൺ എമിസീവ് ഡിസ്പ്ലേക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത് LCD-യാണ്. ആ എമിസീവ് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ എമിസീവ് ഡിസ്പ്ലേയിൽ സംഭവിക്കുന്നത് ഇലക്ട്രിക്കൽ എനർജീനെ അത് ലൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവിടെ പ്രോസസ്സ് നടക്കുന്നത്. അതായത് LED-യിൽ ആ ഇലക്ട്രിസിറ്റി ലൈറ്റ്, ആ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നുള്ള പേര് പോലെ തന്നെയാണ് LED-ൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. അവിടെ നടക്കുന്ന ഇലക്ട്രിക്കൽ എനർജീനെ ലൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് പ്ലാസ്മ പാനൽ, തിൻ ഫിലിം ഇലക്ട്രോലുമിനസെൻ്റ് ഡിസ്പ്ലേ ആൻഡ് LED. അതായത് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേയും പ്ലാസ്മ പാനൽ ഡിസ്പ്ലേയും LED-യും ഇതിൻ്റെ എക്സാമ്പിളാണ്. എമിസീവ് ഡിസ്പ്ലേക്ക് എക്സാമ്പിളാണ്. അതേസമയം നോൺ എമിസീവ് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ എന്ന് പറയുന്നത് LCD-യാണ്, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. അവിടെ സംഭവിക്കുന്നത് സൺലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റിനെ ഗ്രാഫിക്കൽ പാറ്റേണിലോട്ട് കൺവേർട്ട് ചെയ്യലാണ്. ഡയറക്റ്റ് സൺലൈറ്റ് അല്ലെങ്കിൽ അവിടെ സംഭവിക്കുന്നത് നേരെ തിരിച്ചിട്ടാണ് വരുന്നത്. അവിടെ ഇലക്ട്രിക്കൽ എനർജി ലൈറ്റാക്കി മാറ്റുമ്പോൾ ഇവിടെ ലൈറ്റിനെ ഗ്രാഫിക്കൽ പാറ്റേണിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് LCD
മോണിറ്ററിൽ ഡിസ്പ്ലേ സാധ്യമാകുന്നത്. അപ്പോൾ രണ്ട് തരത്തിലാണ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ എന്ന്, എമിസീവും ഒന്ന് നോൺ എമിസീവും. എമിസീവിലാണ് പ്ലാസ്മ പാനൽ ഡിസ്പ്ലേയും LED-യും വരുന്നത്. നോൺ എമിസീവിലാണ് LCD വരുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ പഠിക്കാനുള്ളത് എന്താണ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ പ്ലാസ്മ പാനൽ ഡിസ്പ്ലേ എന്നും, പിന്നെ LED ഡിസ്പ്ലേ, പിന്നെ പറയുന്നത് ഈ നോൺ എമിസീവിൻ്റെ LCD. ഈ 3 ഡിസ്പ്ലേ കൂടിയേ ഈ ഒരു വീഡിയോ ഡിസ്പ്ലേ ഡിവൈസിൽ നമുക്ക് പറയാനുള്ളൂ. അത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ജസ്റ്റ് ചെറിയൊരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, എന്താണ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ. ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേയിൽ 2 തരം ഏതൊക്കെയാണ് എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു.